ഇന്നത്തെ വ്ലോഗ് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞങ്ങളുടെ 6ാമത്തെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളൊരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത് 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലോട്ടാണ്, വാഗമൺ ആൻഡ് മൂന്നാർ. അപ്പോൾ 2-ാം തീയതി വെളുപ്പിനെ ഏർനാട് എക്സ്പ്രസ്സിലായിരുന്നു ഞങ്ങൾ ട്രിവാൻഡ്രത്തിൽ നിന്ന് തിരിച്ചത്. ഞങ്ങളിവിടെ ഒരു 8:30 ആയപ്പോഴത്തേക്കും ആലുവയിൽ റീച്ചായി. ഞങ്ങൾ ലൈറ്റായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയത് നേരെ വാഗമണിലോട്ടായിരുന്നു. പോകുന്ന വഴിക്ക് നമ്മളവിടെ ഒരു വാട്ടർഫോൾസ് കണ്ടപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പോയത് ഒരു പാക്കേജ് ബുക്ക് ചെയ്തിട്ടായിരുന്നു. ട്രൂവെയിലർ എന്നുള്ളൊരു ട്രാവൽ കമ്പനി വഴിയായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അവരുടെ ഡ്രൈവറായിരുന്നു ഞങ്ങൾ ആലുവയിൽ നിന്ന് പിക്കപ്പ് ചെയ്തത്. ഞാൻ കസ്റ്റമൈസ് ചെയ്തിരുന്ന പാക്കേജ് വാഗമൺ ആൻഡ് മൂന്നാർ ആയിരുന്നു, 3 days and 2 nights. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ വ്ലോഗിൽ പറയുന്നുണ്ട്. സോ ലാസ്റ്റ് വരെ വ്ലോഗ് സ്കിപ്പ് ചെയ്യാതെ കാണുക. അങ്ങനെ വാഗമണിലെ ചായത്തോട്ടങ്ങൾക്കിടയിലൂടെ ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റോപ്പ് മുട്ടക്കുന്നായിരുന്നു. ചുറ്റും പച്ചപ്പും മഞ്ഞും തണുത്ത കാറ്റും എല്ലാം ചേർന്നൊരു സ്വപ്നലോകം പോലെ തോന്നും. പേര് പോലെ തന്നെ വൃക്ഷങ്ങളൊന്നുമില്ലാത്ത മലയായിരുന്നു അത്. വാഗമണിൻ്റെ ഒരു റിയൽ ബ്യൂട്ടി നമുക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്യാൻ പറ്റും. സോ വാഗമണിലോട്ട് വരുന്നവർക്ക് ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് മുട്ടക്കുന്ന്. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോയത് പൈൻ ഫോറസ്റ്റിലായിരുന്നു. വാഗമണിൽ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്പോട്ടാണെന്ന് ഞാൻ പറയും. ഫോട്ടോഷൂട്ട് എടുക്കാനൊക്കെ ആണെങ്കിൽ മോർണിംഗ് ലൈറ്റ് അല്ലെങ്കിൽ ഈവനിങ് ഗോൾഡൻ ഹവറിലൊക്കെ ആയിരിക്കും ഫോട്ടോസ് അടിപൊളിയായിട്ടൊക്കെ എടുക്കാൻ പറ്റുക. ട്രസ്റ്റ് മീ, ദിസ് പ്ലേസ് ഇസ് എ പ്യുവർ മാജിക്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് നമ്മുടെ റിസോർട്ടിലേക്കായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റിസോർട്ട് വരുന്നത് ആ മലകളുടെയൊക്കെ ഏറ്റവും ടോപ്പിലായിട്ടാണ്. അപ്പോൾ ഈ റിസോർട്ട് നമുക്ക് പാക്കേജിൽ ഇൻക്ലൂഡിങ് ആയിരുന്നു. അവർ തന്നെയായിരുന്നു റിസോർട്ടൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് തന്നത്. റിസോർട്ടിൻ്റെ പേര് ദ ഗ്രാസ്മിയർ റിസോർട്ട്. ആ റിസോർട്ടിൻ്റെ ആംബിയൻസ് ആയിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്. അങ്ങനെ ഞങ്ങളൊരു 4:30 ആയപ്പോഴത്തേക്കും റിസോർട്ടിലോട്ട് ചെക്ക് ഇൻ ചെയ്തു. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ റൂം അത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്രീമിയം റൂമായിരുന്നു. ആൻഡ് അവിടുത്തെ ബാൽക്കണി കൂടെ നോക്കുവാണെങ്കിൽ നമുക്ക് അവിടുത്തെ കുന്നുകളും മലകളും മഞ്ഞ് നിറഞ്ഞ ഒരു ക്ലൈമറ്റും എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ ഓരോ റൂംസിനിടയിൽ ഇതേപോലെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈവനിങ് കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്നൊരു ചായയും വടയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിലോട്ട് പോയി. അതൊരു ഇൻഫിനിറ്റി പൂളായിരുന്നു. ഇതും ആ റിസോർട്ടിൻ്റെ ഒരു വൗ ഫാക്ടറാണ്. മലമുകളിലുള്ളൊരു പൂളാണിത്. സോ ലിറ്ററലി എഡ്ജിലാണ് വാട്ടർ ഫിനിഷ് ആവുന്നതെന്ന് തോന്നും പോലെയാണ് ഈ ഇൻഫിനിറ്റി പൂള് സെറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പൂളിൽ ഒരുപാട് നേരം ടൈം സ്പെൻഡ് ചെയ്തു. ഒരുപാട് നേരം ഞങ്ങൾ പൂളിൽ തന്നെ കളിച്ചു. പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് തിരിച്ച് വരാനേ തോന്നിയില്ല. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ഫുഡ് നമുക്കെത്തി. ഇത് നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡിങ് അല്ല കേട്ടോ. ഇതൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ടമ്മി ഫുള്ളാക്കി നേരത്തെ കിടന്നങ്ങ് ഉറങ്ങി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങളുടെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ഫുൾ വാലി മിസ്റ്റ് കൊണ്ട് കംപ്ലീറ്റ്ലി മൂടിക്കിടക്കുവാണ്. അപ്പോൾ ഇന്നായിരുന്നു ഞങ്ങളുടെ 6ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി. തണുപ്പ് കാരണം നമുക്ക് അവിടെ നിന്ന് എണീക്കാനേ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ മോർണിംഗ് വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ വിഷ് ചെയ്തു. ഹാപ്പി ആനിവേഴ്സറി. പിന്നെ ഞാൻ ചേട്ടന് ഒരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ അവിടെ വെച്ച് കൊടുത്തു. ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ബോക്സിൻ്റെ സൈസൊക്കെ വെച്ചിട്ട് എന്താണെന്നുള്ളതൊക്കെ ഐഡിയ കിട്ടിയായിരുന്നു. അങ്ങനെ ബോക്സ് ഓപ്പൺ ചെയ്ത് അത് കണ്ടപ്പോഴത്തേക്കും ഒത്തിരി ഹാപ്പിയായി. കാരണം ഒത്തിരി നാൾ കൊണ്ട് ഈ ഒരു ടൈപ്പ് വാച്ച് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു. അപ്പം ഞാൻ മേടിച്ചത് സാംസങ് വാച്ച് 7 ആണ്. ഫ്ലിപ്കാർട്ടിലെ സെയിൽ നടന്നിരുന്ന ടൈമിലായിരുന്നു ഞാൻ മേടിച്ചത്.
ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം. അത് കഴിഞ്ഞ് രാവിലെയും കുറച്ച് നേരം ഞാൻ ഊഞ്ഞാലിലൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിലോട്ട് പോയത്. അവിടെയും നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അതിൽ ഞങ്ങൾ സെലക്ട് ചെയ്തത് ഇഡ്ഡലി, സാമ്പാർ, ഭട്ടൂര ഇതൊക്കെയായിരുന്നു. രാത്രി കഴിച്ച ഫുഡ് ഇത്തിരി ഹെവി ആയതുകൊണ്ട് രാവിലെ ഇത്തിരി ലൈറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കോംപ്ലിമെൻ്ററി ആണ്. സോ നമ്മളതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞങ്ങൾ റിസോർട്ടിനകത്ത് തന്നെ ചെറുതായിട്ടൊന്നൊരു വാക്കിംഗ് ഇറങ്ങി. അവിടെ വെച്ച് ഞങ്ങൾ ഫ്ലവേഴ്സൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് പ്രപ്പോസ് ചെയ്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തായിരുന്നു പോയത്. രാത്രി ഞങ്ങളവിടെ വന്നപ്പോഴത്തേക്കും ഈ വ്യൂ ഒന്നും ഞങ്ങൾക്ക് നേരെ കാണാൻ പറ്റിയില്ല. പക്ഷെ രാവിലെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു വൈബായിരുന്നു അവിടെ നിൽക്കാൻ. അതിൻ്റെ ആ സൺലൈറ്റിൽ ആ പൂളിനെ കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. പിന്നെ അവിടെ ചെറിയൊരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. ചെസ്, ക്യാരംസ് ഇതൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അവിടെ വന്ന് കളിക്കാം. അതുപോലെ തന്നെ അവിടെ ചെറിയൊരു ലൈബ്രറി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷായി. അങ്ങനെ ഞങ്ങൾ മൂന്നാറിലോട്ട് പോകാനായിട്ട് ഇറങ്ങുമ്പോഴാണ് ബാഗിലൊരു ചെറിയൊരു കേക്ക് ഉണ്ടായിരുന്നത് കണ്ടത്. ഇതിൻ്റെ അനിയത്തി ചെയ്ത കേക്കായിരുന്നു. ഞങ്ങളുടെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് അവൾ സ്പെഷ്യലായിട്ട് ചെയ്ത് ഞങ്ങളുടെ ബാഗിൽ ഞങ്ങൾ തന്നെ അറിയാതെ വെച്ച് തന്നതാണ്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ആ സെലിബ്രേഷൻ ഗ്രാൻഡാക്കി. സോ ഇങ്ങനൊരു കേക്ക് ഞങ്ങൾക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് ചെയ്തതിന് താങ്ക് യു ലച്ചൂട്ടി. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് സെലിബ്രേറ്റ് ചെയ്ത് ഞങ്ങളുടെ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ലൊക്കേഷനിലോട്ട് ഞങ്ങൾ തിരിക്കുവാണ്. See you on part 2.